ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് കോഴിക്കോട് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ സ്റ്റുഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു സ്റ്റുഡിയോ വ്ളോഗാണെന്ന്. സ്റ്റുഡിയോ വ്ളോഗൊന്നും അല്ല കേട്ടോ. ഇതിന് ഉള്ളിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. കൂടെ കുറച്ച് വീഡിയോസും സ്റ്റുഡിയോത്തെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അവളിവിടെ എവിടെയോ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളെ ഇങ്ങനെ തപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഞാൻ അവളെ കണ്ടെത്തി. ഇതാണ് കേട്ടോ ഗീതു. ഇത് എൻ്റെ ജൂനിയറാണ്. പക്ഷേ ഇവൾ ജൂനിയർ ആണെന്നോ ഞാൻ സീനിയർ ആണെന്നോ തോന്നുന്നില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഡാൻസിനൊക്കെ ഒരുമിച്ചായിരുന്നു. സീസോൺ ഇൻ്റർസോണൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഒരുപാട് സമയം ഞങ്ങൾ ഒരുമിച്ചാണ് സ്പെൻഡ് ചെയ്തതൊക്കെ. അതുകൊണ്ട് അങ്ങനെ ജൂനിയർ സീനിയർ എന്നുള്ള ആ ഒരു ഇതൊന്നും ഞങ്ങളുടെ ഇടയിലില്ല. കൂടെ ഉള്ളത് ശില്പയാണ്. അവളും എൻ്റെ ജൂനിയറാണ് കേട്ടോ. അവളും ഇതുപോലെ കോഴിക്കോട് എന്തൊക്കെയോ തേരാപ്പാര നടന്ന് ലാസ്റ്റ് ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിയതാണ്. ജെരി യൂണിറ്റി വുമൻസ് കോളേജിലാണ് ഞങ്ങൾ പഠിച്ചത്. അവിടെ തന്നെയായിരുന്നു കേട്ടോ ഇവർ രണ്ടുപേരും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശില്പേനും ഞാനിപ്പോൾ കോളേജ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഗീതുവിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ഡാൻസൊക്കെ ചെയ്തിട്ട് ഡാൻസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. നാട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിൽ വരുന്നത്. പക്ഷെ എനിക്ക് കറക്റ്റായിട്ടൊന്നും വാങ്ങിക്കാനോ നോക്കാനൊന്നും പറ്റിയിട്ടില്ല. ജസ്റ്റ് കുറച്ച് വീഡിയോസ് മാത്രം എടുത്തു കേട്ടോ. ഇത് ഞാൻ നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഉള്ള വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഇവരെ ജസ്റ്റ് മീറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഷോപ്പിംഗ് ഒന്നും എൻ്റെ മൈൻഡിൽ അപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വീഡിയോ തൽക്കാലം കുറച്ച് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അധികമൊന്നുമില്ല കേട്ടോ. ഈ ഒരു സമയത്ത് വലിയ കളക്ഷൻസ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ക്രോപ്പ് ടോപ്സ് ഒക്കെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇനി ഒട്ടും മൈൻഡ് ഓക്കെ ആയിട്ടല്ല ഞാൻ ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണോ എനിക്കങ്ങനെ തോന്നിയെന്നും അറിയില്ല കേട്ടോ. ഞാൻ ആകെ പരപ്പനങ്ങാടി സ്റ്റുഡിയോയിലും കോഴിക്കോട് സ്റ്റുഡിയോയിലും മാത്രമേ പോയിട്ടുള്ളൂ. അവിടെ കോമൺ ആയിട്ടുള്ള ഡ്രസ്സ് കുറച്ച് കണ്ടു. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഞാൻ ദുബായിൽ പോവാണ്. അപ്പോൾ അതിനുള്ള ഷോപ്പിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പിന്നെ കൂടുതൽ ഇവിടുന്ന് നോക്കാണ്ടിരുന്നതും. അത് കഴിഞ്ഞ് ഞാനും ഗീതും ഗോകുലമോളിലേക്കാണ് കേട്ടോ പോയത്. ശില്പ ഉണ്ടായിരുന്നില്ല, അവളുടെ കല്യാണമാണ് ഇപ്പോൾ അടുത്ത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് അവൾ പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഗോകുലമോളിൽ വരുന്നത്. ഞാൻ ദുബായിൽ പോകുന്നതിൻ്റെ മുന്നേ ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അധികം ഷോപ്പൊന്നും ഓപ്പൺ അല്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഞങ്ങൾ നല്ല വിശന്നിട്ടാണ് വരുന്നത്. അല്ലെങ്കിലും ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ട് ഫുഡ് കഴിക്കാനാണല്ലോ. ഫ്രൈഡ് റൈസും നൂഡിൽസും ആണ് വാങ്ങിച്ചത്. അത് രണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ആ കാണുന്ന ചിക്കൻ മഞ്ചൂരിയൻ ഒരു 10 പൈസയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതിൻ്റെയും കൂടെ ഒരു ഭംഗിക്ക് ഞങ്ങൾ ടെൻഡർ കോക്കനട്ടിൻ്റെയും പാഷൻ ഫ്രൂട്ടിൻ്റെയും ഒരു ഫലൂടെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഗീതും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഡാൻസ് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇത്തവണ അതിനുള്ള ചാൻസ് കിട്ടിയില്ല. കോളേജ് കഴിഞ്ഞ് എൻ്റെ കല്യാണം വരെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ദുബായി പോയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രയും ഗ്യാപ്പ് വന്നത്. പക്ഷേ ഞങ്ങൾ എപ്പോഴും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. എത്ര ചാറ്റ് ചെയ്ത് കഴിഞ്ഞാലും നേരിട്ട് കാണുമ്പോഴും എത്ര സംസാരിച്ചാലും മതിയാവുകയില്ല കേട്ടോ. ഞങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കുകയായിരുന്നു. ഈ വുമൻസ് കോളേജ് പഠിച്ചിട്ട് ഇതിന് മാത്രം എന്താണ് നിനക്ക് കിട്ടിയത് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് വേറെ തന്നെ ഒരു വേൾഡാണ് കേട്ടോ. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഗേൾസിനെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കാനും ഒരാളെ മുഖത്ത് നോക്കിയിട്ട് നോ പറയാനും ഒക്കെ കുറച്ചുകൂടെ ധൈര്യം വന്നത് എനിക്ക് ആ ഒരു കോളേജിൽ പോയപ്പോൾ തന്നെയാണ്. എന്തായാലും അധിക സമയമൊന്നും ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ തൽക്കാലത്തേക്ക് പിരിയാന്ന് കരുതി. ഇനി എന്തായാലും ഞാൻ ദുബായിലൊക്കെ പോയി തിരിച്ചു വന്നിട്ട് വീണ്ടും മീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവൾക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് കേട്ടോ അവൾ പറയുന്നത്. ഇത്തവണ ട്രീറ്റ് ചെയ്ത് ഞാനാണ്, അടുത്ത തവണ ഗീതു ട്രീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതോട് വെക്കുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.